ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ ജാസ്മിൻ കാത്തിരുന്ന ആ ഒരു സന്തോഷ നിമിഷം വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ആയി. ഗബ്രി അകത്ത് കയറിയതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് വിളിച്ചുണർത്തി രതീഷുമായി ചർച്ച ചെയ്തിട്ട് ജാസ്മിനെ വിളിച്ചുണർത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ജാസ്മിൻ ഗബ്രിയെ കാണുന്ന സീന് എന്ന് പറയുന്നത് കിച്ചണിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവരുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരിരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ഗബ്രി പറയുന്നൊരു കാര്യമുണ്ട്, പുറത്ത് നിനക്ക് വലിയൊരു സമ്മാനം കാത്തിരിപ്പുണ്ട് എന്നുള്ളത്. അതെന്താണ് എന്നുള്ളത് ചോദിച്ചിട്ട് പറയുന്നില്ല. ഒരു വലിയ സമ്മാനം നിനക്ക് കാത്തിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. എന്തായിരിക്കാം ആ ഒരു സമ്മാനം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസറും ഡയറക്ടറും, അതായത് ആൻ്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ പ്രകടനങ്ങളെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേരെ അടുത്ത സിനിമയിൽ 2 പേരുണ്ടാവും, അത് ഫിനാലെ വേദിയിൽ പ്രഖ്യാപിക്കാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതായിരിക്കാം ചിലപ്പോൾ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഗബ്രി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ജാസ്മിനെ ആയിരിക്കാം ചിലപ്പോൾ ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഗബ്രി ഫിലിം ഫീൽഡിലൊക്കെ അറിയുന്ന ആളായതുകൊണ്ട് ഗബ്രി ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കാം ചിലപ്പോൾ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടാവുക, പുറത്ത് കാത്തിരിക്കുന്ന ആ വലിയ സമ്മാനം ജിത്തു ജോസഫിൻ്റെ സിനിമയിലേക്ക് അവസരം ഉറപ്പിച്ചു എന്നുള്ളതായിരിക്കാം. അത് നമുക്കെന്തായാലും ഫിനാലെ വരെ കാത്തിരുന്നാൽ മാത്രമേ അത് അറിയുള്ളൂ. ഇനി അതല്ല ഗബ്രി അതിൻ്റെ ഇടയ്ക്ക് അത് പൊട്ടിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അത് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.